സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മോഹൻലാലിന് എന്ത് പറ്റി? മലയാളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പിന്നെ എന്താണ് പറയുന്നത്, നല്ല ഒരു മനുഷ്യസ്നേഹിയായ ഒരു നടനാണെന്നാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ചാണകം തിന്നാൻ ആഗ്രഹം ജനിച്ചു പോയാൽ നമുക്ക് വേറൊന്നും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം അവനവൻ്റെ ഇഷ്ടമാണ്. നല്ല ആഹാരം കഴിച്ചിട്ട് ചാണകം തിന്നണമെന്ന് ആഗ്രഹിച്ച ഇപ്പോൾ കരുണാകരൻ്റെ മകൾ പോയില്ലേ, പത്മജ പോയില്ലേ, നല്ല ആഹാരം കഴിച്ചിട്ട് അവിടെ ഇപ്പോൾ പായം വിരിച്ച് വെളിയിൽ കിടക്കുകയാണ് VIP ഓഫീസിൻ്റെ തിണ്ണയിൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മനുഷ്യൻ്റെ ആ തീരുമാനങ്ങൾ അവനവൻ്റേതായ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. പക്ഷേ എന്നാലും ഈ പിന്നെ നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവന്ന് ട്രംപിന് പണയം വെച്ച് ഇവിടെ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് യാതൊരു കാരണവുമില്ലാതെ ഇറാനെ ആക്രമിക്കാൻ കാരണക്കാരനായ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയോ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമോ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയോ വളർച്ചയോ ഒന്നും നോക്കാതെ ഇന്ത്യയെ കൊണ്ടുവന്ന് 140 കോടി ജനങ്ങളെ കൊണ്ടുവന്ന് പണയം വെച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്. ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയായ ഒരു ഒരു സാഡിസ്റ്റാണ് ഈ ട്രംപ് എന്ന് പറയുന്നവൻ. അതായത് ട്രംപ് മാത്രമല്ല, നെതന്യാഹു ആയിരുന്നാലും ശരി, മനുഷ്യരുടെ ദുഃഖം കണ്ട് അവരുടെ വിഷമം കണ്ട് ഉള്ളിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. ആ കൂട്ടത്തിലാണ് മോഡി. കാര്യം മോഡിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആളുകൾ എന്തായാലും വേണ്ടില്ല, ഏത് രീതിയിൽ അവർ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, മരിച്ചു വീണാലും വേണ്ടില്ല എന്ന് കണക്കാക്കുന്ന ഇവരെയൊക്കെ എന്ന് പറയുന്നത് വേട്ടപ്പട്ടികളെന്നാ, പിന്നെ പേ ഇളവിയ പട്ടികളെന്നാ വേണമെങ്കിൽ പറയാം. കാര്യം മനുഷ്യരെ കടിച്ചു കീറും അത്. മനുഷ്യരെ അവർ കടിച്ചു കീറിക്കൊല്ലും. അവർക്ക് അതിൽ ജനങ്ങൾ എന്ത് നമ്മളെപ്പറ്റി വിചാരിക്കും എന്നുള്ള ഒരു ബോധം പോലും ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നത് ഇവർക്കാർക്കും ഇഷ്ടമല്ല. കാരണം ആർക്കെന്ത് നഷ്ടം? ജനങ്ങൾ തമ്മിൽ സൗഹൃദത്തിൽ ശത്രുതയില്ലാതെ, വിദ്വേഷമില്ലാതെ, വർഗീയ പ്രീണനമോ വർഗീയമായ വേർതിരിവോ ഇല്ലാതെ സന്തോഷവും സൗഹാർദ്ദത്തിലും കഴിയുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് പ്രശ്നം? മനുഷ്യര് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നല്ല മനസ്സ് വേണം, നല്ല ഹൃദയം വേണം, നല്ല രീതിയിലുള്ള ചിന്തകൾ വേണം. അതിന് വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. മനുഷ്യനായിരുന്നാൽ മതി. ഏറ്റവും കുറഞ്ഞത് ഒരു മനുഷ്യനായിരുന്നാൽ മാത്രം മതി. ആ മനുഷ്യന്മാർക്കേ അത് കഴിയാക്കുള്ളൂ. മൃഗങ്ങളുടെ സ്വഭാവവും മനുഷ്യരുടെ രൂപവുമായിട്ട് കൂടെ നടക്കുന്ന കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവരാണ് ഈ ലോകത്ത് അശാന്തിയും സമാധാനക്കേടും എല്ലാം ഉണ്ടാക്കുന്നത്. അക്രമവും കലാപവും ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുണ്ടാക്കാനായിട്ട് പ്രചോദനം കൊടുക്കും ആളുകൾ. അല്ലെങ്കിൽ അത് കണ്ട് അക്രമവും കലാപവും കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടർ ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ് ട്രംപ്, നെതന്യാഹു, നമ്മുടെ മോഡിക്ക് 50,000 കോടി രൂപയുടെ അല്ല, 50,000 കോടി ഡോളറിന്റെ 50,000 കോടി ഡോളറായപ്പോ എത്ര ലക്ഷം കോടിയായി നിങ്ങൾ കണക്കാക്കി നോക്കണം. 93-94 രൂപയാണ് ഒരു ഡോളറിന്റെ വില. അങ്ങനെ നോക്കിയാൽ തന്നെ 45 ലക്ഷം കോടി രൂപയുടെ കരാർ അമേരിക്കയായിട്ടുണ്ടാക്കി. ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത്? സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഉണ്ടാക്കി. 45 ലക്ഷം കോടി രൂപയുടെ കരാറുണ്ടാക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളും അല്ലാത്ത ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ യാതൊരു തീരുവയുമില്ല. അതേസമയം നമ്മളെ സാധനങ്ങൾ, ഇന്ത്യൻ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റിവിടുമ്പോൾ 18% നികുതി ഈ ട്രംപിന് കൊടുക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പമ്പര വിഡ്ഢിയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരമവിഡ്ഢിയായ ഒരു പ്രധാനമന്ത്രിയെ ഈ വാനോളം പുകഴ്ത്തുന്ന ഈ മോഹൻലാലിന് എന്ത് പറ്റി? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം അയാള്
മോഹൻലാൽ എന്ന് പറയുന്നതും മമ്മൂട്ടി എന്ന് പറയുന്നതും കേരളത്തിൽ ഇന്നുള്ള നടന്മാരിൽ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യസ്നേഹി. കാരണം ഇവരെ എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത്? അവർ കലാകാരന്മാരാണ്. കലാകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിന്റെ പൊതുസ്വത്താണ്. അവർ യാതൊരു കാരണവശാലും ന്യായക്കേടിന് അല്ലെങ്കിൽ ന്യായമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തു. കാരണം അവരെല്ലാം സ്ക്രീൻ, അതായത് മിനി സ്ക്രീനിൽ നമ്മൾ കാണുന്ന സിനിമയിൽ എന്നൊക്കെ പറയുന്നത് അവർ നല്ല കഥാപാത്രങ്ങളായിട്ടാണ് കാണിക്കുന്നത്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ, തെറ്റുകൾക്കെതിരെ പൊരുതുന്ന അങ്ങനെയുള്ള ഒരു ഇമേജാണ് ഈ നായകന്മാർക്കുള്ളത്. അപ്പോൾ അവർ മലയാള സിനിമയിലെ നായകന്മാരാണ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു പിന്നെ സമൂഹത്തിൽ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വാചകം പറയുമ്പോൾ അവർ 100 പ്രാവശ്യം ചിന്തിച്ചേ പറയാവൂ. ഇവർക്കൊക്കെ എന്ന് പറയുന്നത് വേണ്ടത്, അത്യാവശ്യം വേണ്ട എന്ന് പറയുന്നത് ഒരു നല്ല സെക്രട്ടറിയാണ് വേണ്ടത്. മനുഷ്യന് ഉപദേശം കൊടുക്കുന്ന, നല്ലത് പറയുന്ന, നല്ലത് ചിന്തിക്കുന്ന, നല്ല ഹൃദയമുള്ള ഒരു സെക്രട്ടറി വേണം. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കാവൂ. കാരണം മരമണ്ടനായ, അതായത് ജനങ്ങളെ കടിച്ചു കീറി കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് ജനങ്ങൾ ഏത് രീതിയിലോ ആയിക്കൊണ്ട് പോട്ടെ, അവർ ഏത് കഷ്ടപ്പാടിലോ പോട്ടെ, അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഈ പരമവിഡ്ഢിയായ ഈ വിശ്വഗുരു എന്ന് ഈ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം സംഘപരിവാറുകാരും RSSകാരും പറയുന്ന ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പൊ അയാളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ നമുക്കുള്ള വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലുള്ള ജനങ്ങൾ എന്തെന്നാണ് പരമവിഡ്ഢികളാണെന്ന മോഡിയെ പോലെ. എന്തായാലും ശരി, മോഹൻലാലിന് വന്ന് പറ്റിയ ഈ അപജയം, അതായത് അധപ്പതനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ഈ പ്രസ്താവന കൊണ്ട്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അന്തസ്സായിട്ട് അഭിമാനത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആണത്വം വേണം. അതായത് ആരായാലും ശരി, മോഡിയല്ല, ഇനി പ്രസിഡന്റ് അല്ല, ഇനി ആര് മുഖ്യമന്ത്രിയല്ല, ആരായിരുന്നാലും ശരി, അനാവശ്യമായ, അതായത് അവർ ശരിയല്ല എങ്കിൽ, മനുഷ്യ സ്നേഹികളല്ല എങ്കിൽ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, സ്വന്തമായ വ്യക്തിത്വമില്ലെങ്കിൽ, സ്വന്തമായ ആദർശമില്ലെങ്കിൽ, ആദർശങ്ങളെ പണയം വയ്ക്കുന്നവനാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കരുത്. മിണ്ടാതെ നിന്നാൽ മതിയല്ലോ. ഒന്നുകിൽ പ്രതികരിക്കുന്നെങ്കിൽ അന്തസ്സോടെ അഭിമാനത്തോടെ പ്രതികരിക്കുക. അല്ലാതെ നമ്മുടെ ആദർശങ്ങളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും ആർക്കും പണയം വയ്ക്കരുത്. അങ്ങനെ പണയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൂഹത്തിലുള്ള വിലയില്ലാതാവും, വിലയും നിലയും ഇല്ലാതാവും. നിങ്ങളെ മനുഷ്യർ വെറുക്കും. മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ടോ ഇങ്ങനെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ ന്യായീകരിക്കാൻ നിങ്ങൾ പോകരുത്. അതായത് മോഹൻലാലിന് പറ്റിയതുപോലെ ഒരു അബദ്ധം മറ്റുള്ള നടന്മാർക്കോ, മറ്റുള്ള കലാകാരന്മാർക്കോ, സാംസ്കാരിക നായകന്മാർക്കോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനിയെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ച് പ്രവർത്തിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് കലാകാരന്മാരോടായിരുന്നാലും സാഹിത്യകാരന്മാരായിരുന്നാലും സാംസ്കാരിക നായകന്മാരോടും സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണം. മരണം വരെയും സത്യസന്ധമായുള്ള അഭിപ്രായം പറയണം. ആരെയും പുകഴ്ത്തി നിങ്ങൾക്ക് ഭാരതരത്നമോ മറ്റേതാ മറിച്ചാ കിട്ടാൻ വേണ്ടി നിങ്ങൾ യാതൊരു കാരണവശാലും സ്വന്തം ആദർശങ്ങളെ പണയം വെക്കരുതേ. നമ്മുടെ സാംസ്കാരികമായ കേരളത്തിന് ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ആ സംസ്കാരം നിങ്ങൾ കളഞ്ഞു പിടിക്കരുത്. ഈ വടക്കേ ഇന്ത്യൻ അവരെ നിങ്ങൾ താങ്ങാനായിട്ട് നടക്കരുത്. നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.